BTV, being with you, the community channel. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. തലസ്ഥാനം പോർട്ട് ബ്ലെയർ. വിസ്തീർണം 8249 ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യ 3,56,152. ഔദ്യോഗിക ഭാഷ മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, നിക്കോബാറീസ്, പഞ്ചാബി, തെലുങ്ക്. ഇന്ത്യയുടെ മുഖ്യ ഭൂപ്രദേശത്തു നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. കേന്ദ്രഭരണ പ്രദേശമാണിത്. ഇന്ത്യയുടെ പ്രധാന കരയേക്കാൾ മ്യാൻമറിനോടാണ് ഈ ദ്വീപുകൾക്ക് കൂടുതൽ സാമീപ്യമുള്ളത്. വെറും 8249 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപസമൂഹം ഇന്ത്യ ചരിത്രത്തിലും രാജ്യരക്ഷാ ഭൂപടത്തിലും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം മായാതെ കിടക്കുന്ന ഇവിടം ചരിത്രാന്വേഷികൾക്കും ശിലായുഗവാസികൾ ഇന്നും വസിക്കുന്നതുകൊണ്ട് നരവംശാസ്ത്രജ്ഞർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു. വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ സ്ഥലം. ആദിവാസികളെ ഒഴിച്ചാൽ ഇവിടെ താമസിക്കുന്നവർ ഇന്ത്യയിലെ വിവിധ ദേശങ്ങളിൽ നിന്നും കുടിയേറിയവരാണ്. ഇന്ത്യയുടെ ഒരു ചെറിയ പതിപ്പാണ് ദ്വീപുകൾ. മലയാളിയും തമിഴനും ബംഗാളിയും ഹിന്ദുസ്ഥാനിയും ഇവിടെ ഒന്നിച്ചു കഴിയുന്നു. സിഖും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം കൈകോർത്തു താമസിക്കുന്നു. പേരിനു പിന്നിൽ മലയാ ഭാഷയിലെ ഹാൻഡുമാൻ എന്ന പദത്തിൽ നിന്നാണ് ആൻഡമാൻ എന്ന പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. ക്രിസ്തുവർഷം 672 ഇവിടെയെത്തിയ ഇൽസങ് എന്ന ചൈനീസ് യാത്രികനും തഞ്ചാവൂരിലെ പുരാതന രേഖകളും ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് നക്കാവരം എന്നാണ്. അർത്ഥം നഗ്നരുടെ നാട് എന്നു തന്നെ. കാലാപാനി എന്നാണ് ഒരിക്കൽ ഈ ദ്വീപസമൂഹം അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഇന്ത്യക്കാരെ തടവിൽ പാർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സ്ഥലമാണ് ദ്വീപുകൾ. തടവുകാരുടെ ചോര വീണു കറുത്തതിനാലാണത്രേ കാലാപാനി എന്ന പേര് ലഭിച്ചത്. ഭൂമിശാസ്ത്രം ആൻഡമാൻ എന്നും നിക്കോബാർ എന്നുമുള്ള 2 ദ്വീപസമൂഹങ്ങളാണ് ഇവിടെയുള്ളത്. യഥാക്രമം വടക്കും തെക്കുമായുള്ള ഈ ദ്വീപസമൂഹങ്ങളെ 10 ഡിഗ്രി ചാനൽ പരസ്പരം വേർതിരിക്കുന്നു. വടക്കു ഭാഗത്തുള്ള ആൻഡമാൻ ദ്വീപസമൂഹത്തിൽ 204 വ്യത്യസ്ത ദ്വീപുകളാണുള്ളത്. ആൻഡമാനിലെ മിക്ക ദ്വീപുകളും കൊടുങ്കാടുകളാണ്. ഈ ദ്വീപുകളിൽ വടക്കേ ആൻഡമാൻ, മധ്യ ആൻഡമാൻ, തെക്കേ ആൻഡമാൻ എന്നിങ്ങനെയുള്ള 3 ദ്വീപുകളാണ് പ്രധാനം. ഈ ദ്വീപുകളെ വേർതിരിച്ചിരിക്കുന്ന ആഴവും വീതിയും കുറഞ്ഞ ചാലുകളും കണ്ടൽക്കാടുകളും ഈ ദ്വീപുകളെല്ലാം പണ്ട് ഒരൊറ്റ ദ്വീപായിരുന്നു എന്ന് കാണിക്കുന്നു. തെക്കുഭാഗത്തെ ദ്വീപസമൂഹമായ നിക്കോബാർ ദ്വീപുകൾ 19 ദ്വീപുകളുടെ സമൂഹമാണ്. ഈ ദ്വീപുകളിൽ 7 എണ്ണത്തിൽ മനുഷ്യവാസമില്ല. ഏറ്റവും തെക്കുഭാഗത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ആണ് ഏറ്റവും വലിയ ദ്വീപ്. 133 ചതുരശ്ര മൈലാണ് ഇതിന്റെ വിസ്തീർണം. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ നിന്ന് 90 മൈൽ ദൂരം മാത്രമാണ് ഈ ദ്വീപിലേക്കുള്ളത്. ചരിത്രം പ്രാക്തന കാലം അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആൻഡമാൻ ദ്വീപസമൂഹങ്ങളിൽ മനുഷ്യവാസമുണ്ടായിരുന്നുവെന്നാണ് ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ദ്വീപുകളിൽ നടത്തിയ ഏറ്റവും പുതിയ പുരാവസ്തു ഗവേഷണങ്ങൾ പ്രകാരം 2200 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള മനുഷ്യവാസത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ദ്വീപിലെ ആദിവാസികളുടെ ജനിതക സാംസ്കാരിക ഭാഷാ പശ്ചാത്തലങ്ങളനുസരിച്ച് 30,000 മുതൽ 60,000 വർഷങ്ങൾക്ക് മുമ്പേ ആൻഡമാനിൽ മനുഷ്യവാസമുണ്ടെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. കോളനിവൽക്കരണം ബംഗാൾ ഉൾക്കടലിലെ ഒരു സുപ്രധാന കേന്ദ്രം എന്ന നിലയിലാണത്രേ ദ്വീപുകളുടെ പ്രയോജനപ്പെടുത്തുവാൻ വെള്ളക്കാർ ആദ്യം തീരുമാനിച്ചത്. 270 തടവുകാരെയും 500 മുകളിൽ ജനങ്ങളെയും ആണ് ആദ്യമായി ദ്വീപിൽ പാർപ്പിച്ചത്. പക്ഷേ വൻകരയിൽ നിന്ന് ഒറ്റപ്പെട്ട നിലയിൽ ആദിവാസികളുടെ ആക്രമണത്തെയും പകർച്ചവ്യാധികളെയും അവർക്ക് പ്രതിരോധിക്കാനായില്ല. 1795 കോളനി ഉപേക്ഷിക്കപ്പെട്ടു. അതിനുശേഷമുള്ള കുറെ കാലം ദ്വീപിന്റെ ചരിത്രം അജ്ഞാതമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ നിക്കോബാർ ദ്വീപുകൾ ഒരു മലയൻ കൊള്ളസംഘത്തിന്റെ ആസ്ഥാനമായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒരു വിമതനായിരുന്നു ഇവരുടെ നേതാവ്. ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭം മൂലം കപ്പലുകൾ പലപ്പോഴും നിക്കോബാർ തീരത്ത് അടുക്കാറുണ്ടായിരുന്നു. കൊള്ളക്കാർ ഇത്തരം കപ്പലുകൾ പിടിച്ചെടുക്കുകയും അതിലെ ചരക്കുകൾ സ്വന്തമാക്കി കപ്പലിലുള്ളവരെ വധിക്കുകയും ചെയ്തിരുന്നു. 1869 ഈ വാണിജ്യപാതയുടെ സംരക്ഷണത്തിനായി ബ്രിട്ടീഷുകാർ ഈ ദ്വീപുകൾ പിടിച്ചെടുത്തു. പിന്നീട് 1857 നടന്ന 1-ാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചാണ് ആൻഡമാൻ ദ്വീപിനെ ബ്രിട്ടീഷുകാർ ഓർത്തെടുത്തത്. ശിപ്പായി ലഹള എന്നവർ പേരിട്ട സമരത്തിൽ പങ്കാളികളായ 1000-ൽ-അധികം പേരെ നാടുകടത്താൻ ദ്വീപ് തിരഞ്ഞെടുത്തു. 1858 മാർച്ച് 4-ാം തീയതി 200 തടവുകാരുമായി ആദ്യ കപ്പൽ ആൻഡമാൻ ദ്വീപിലെത്തി. കൊൽക്കത്തയിൽ നിന്നും തിരിച്ച സംഘത്തിൽ 2 ഡോക്ടർമാരും 50 നാവികരും ഉണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും തടവുകാരെ ഉപയോഗിച്ച് പോർട്ട് ബ്ലെയറും
റോസ് ദ്വീപും മനുഷ്യവാസയോഗ്യമാക്കപ്പെട്ടു. തടവുകാർ സഹനത്തിന്റെ അതിർവരമ്പുകൾ കണ്ടു തുടങ്ങി. ബീഹാറിൽ നിന്ന് ജീവപര്യന്തം തടവുകാരനായെത്തിയ നാരായണൻ ഒരു ചെറുബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഗാർഡുകൾ അയാളെ പിടികൂടി വെടിവെച്ചു കൊന്നു. ദ്വീപുകളിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീണ ആദ്യത്തെ രക്തത്തുള്ളി നാരായണന്റേതായിരിക്കണം. തടവുകാർ പിന്നീടും വന്നുകൊണ്ടിരുന്നു. നിരവധി പേർ മരണമടഞ്ഞു. പലരും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവരെയെല്ലാം പിടികൂടി പരസ്യമായി തൂക്കിക്കൊല്ലുകയായിരുന്നു. ഇക്കാലയളവിൽ 87 പേരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. 1921 മലബാർ കലാപത്തിൽ പങ്കാളികളായവരെ അന്തമാൻ സ്കീം പ്രകാരം നാടുകടത്തിയതും ഈ ദ്വീപിലേക്കായിരുന്നു. ഇന്ന് ദ്വീപിലുള്ള മലയാളികളിൽ പലരും അവരുടെ പിന്തുടർച്ചക്കാരാണ്. സെല്ലുലാർ ജയിൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും തടവുകാരുടെ എണ്ണം 15,000-ഓളമായി. അവരെ പാർപ്പിക്കാൻ പോർട്ട് ബ്ലെയറിൽ ഒരു തടവറ പണിയാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അങ്ങനെ 1896 സെല്ലുലാർ ജയിലിന്റെ പണി തുടങ്ങി. മ്യാൻമറിൽ നിന്നും സാധനങ്ങളെത്തി. തടവുകാർ തന്നെ തങ്ങളെ പാർപ്പിക്കാനുള്ള ജയിൽ പണിതു. 1906 ആണത് പൂർത്തിയായത്. തടവുകാർക്കിവിടെ യാതനകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. ജപ്പാന്റെ അധിനിവേശവും പിന്മാറ്റവും. രണ്ടാം ലോക മഹായുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ബംഗാൾ ഉൾക്കടലിലെയും തന്ത്രപ്രധാന പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയും ബാധിച്ചിരുന്നു. ജപ്പാൻ ടോർപിഡോകളുടെ ശക്തമായ ആക്രമണം ദ്വീപുകൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പല ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളും കടലിൽ താഴ്ത്തി. ബ്രിട്ടീഷ് ശക്തി കേന്ദ്രങ്ങളായിരുന്ന റങ്കൂണും സിംഗപ്പൂരും വീണുകഴിഞ്ഞപ്പോൾ ജപ്പാൻ പട ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നീങ്ങി. അപകടം മുൻകൂട്ടി കണ്ട ബ്രിട്ടൻ പിന്മാറാൻ തീരുമാനിച്ചു. പക്ഷേ അതിനു മുമ്പേ 1942 മാർച്ച് 3-ാം തീയതി തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ജപ്പാന്റെ അധീനതയിലായി. ചീഫ് കമ്മീഷണർ ആയിരുന്ന വാട്ടർ ഫാളിനെ ജപ്പാൻ സെല്ലുലാർ ജയിലിൽ തന്നെ തടവിലാക്കി. ബ്രിട്ടീഷ് സൈനികരെയും അവരുടെ ആളുകളെയും ജപ്പാൻ തടവുകാരായി പിടിച്ചു. ആ തടവുകാരെ കൊണ്ടുതന്നെ ജപ്പാൻ ദ്വീപിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ജോലി ചെയ്യാത്തവരെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെയും കണ്ടുപിടിച്ച് കടുത്ത ശിക്ഷ നൽകി. ദ്വീപുകളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചു. അതിനിടയിൽ ബ്രിട്ടീഷുകാർ ദ്വീപുകൾക്ക് കടുത്ത ഉപരോധം സൃഷ്ടിച്ചിരുന്നു. ഗതാഗതം നിലച്ചതോടെ ക്ഷാമവും രോഗങ്ങളും പെരുകി. ജപ്പാൻ പിന്മാറിയില്ല. പകരം ദ്വീപുകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രൊവിഷ്യൻ ഭരണകൂടത്തിനു കൈമാറിയതായി 1943 നവംബറിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഹിഡാക്കോ തേജോ ടോക്കിയോയിൽ പ്രഖ്യാപിച്ചു. ഡിസംബർ 19 സുഭാഷ് ചന്ദ്രബോസ് റോസ് ദ്വീപിലെത്തി ഇന്ത്യൻ പതാക ഉയർത്തി. ബ്രിട്ടീഷുകാർ ദ്വീപുകൾ തിരിച്ചുപിടിക്കാൻ തയ്യാറെടുത്തു. 1945 ഒക്ടോബർ 7-ാം തീയതി ബ്രിഗേഡിയൻ സോളമന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം എത്തി. 9-ാം തീയതിയോടുകൂടി ജപ്പാൻകാർ പൂർണ്ണമായും പിന്മാറി. പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായപ്പോഴാണ് ദ്വീപുകളും സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ചത്. ജനങ്ങൾ ആൻഡമാൻ ദ്വീപുകളിലെ ജനങ്ങളിൽ പലരും ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമര കാലത്തും അതിനുശേഷവുമായി കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നാടുകടത്തപ്പെട്ട് തടവുകാരായി പോർട്ട് ബ്ലെയറിലെ തടവറയിലെത്തിയവരാണ്. ഇങ്ങനെ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പലരും അവിടെ തന്നെ വീട് പണിത് താമസമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 1948 കാലത്ത് നിരവധി കുടുംബങ്ങൾ കിഴക്കൻ ബംഗാളിൽ നിന്ന് ആൻഡമാനിലേക്ക് കുടിയേറിയിട്ടുമുണ്ട്. ആൻഡമാനിലെ ആദിവാസികളിൽ ഇന്ന് വളരെ കുറച്ചു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇവർ ഭീകരരും കൊലയാളികളുമാണെന്നാണ് പ്രശസ്തി. ആൻഡമാൻ തീരത്തെത്തുന്ന കപ്പൽ യാത്രക്കാരെ കൊലപ്പെടുത്തുന്നത് കൊണ്ടോ അപരിചിതരോട് സംശയപൂർവ്വം പെരുമാറുന്നത് കൊണ്ടോ ആവാം ഇങ്ങനെ കരുതപ്പെടുന്നത്. ആദ്യകാലത്ത് മലായ് അടിമക്കച്ചവടക്കാരോട് പുലർത്തിയിരുന്ന അസഹിഷ്ണുത മൂലമായിരിക്കണം ഇവരുടെ പെരുമാറ്റം ഇത്തരത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടത്. ആദിവാസികൾ. ഇവിടുത്തെ ആദിവാസികളെ പ്രധാനമായും 2 വംശത്തിൽപ്പെടുത്താം. 1 നിഗ്രിറ്റോ വംശജരും 2 മംഗോളിയഡ് വംശജരും. നീഗ്രോ വംശജരെ പോലെയുള്ളവരാണ് നിഗ്രിറ്റോ. മംഗളോയിഡ് പാരമ്പര്യമുള്ളവരാണ് മറ്റുള്ളവർ. ആദിവാസികളിൽ ആൻഡമാനീസുകൾ, ഓംഗികൾ, ജറവകൾ, സെന്റിനലീസുകൾ എന്നിവർ നിഗ്രിറ്റോ വംശത്തിൽപ്പെടുന്നു. നിക്കോബാർ ദ്വീപുകളിൽ വസിക്കുന്ന നിക്കോബാറികളും ഷോംബനുകളും മംഗളോയിഡ് വംശജരാണ്. ആൻഡമാനീസുകൾ ആയിരുന്നു ദ്വീപുകളുടെ യഥാർത്ഥ അധിപർ. മറ്റു ജനവിഭാഗങ്ങളുമായി യാതൊരു സമ്പർക്കവുമില്ലാത്ത ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. വേട്ടയാടലായിരുന്നു മുഖ്യ തൊഴിൽ. ഓരോ ചെറു സംഘങ്ങൾക്കും വേട്ടയാടാൻ അവരുടെ പ്രദേശങ്ങളുണ്ടായിരുന്നു. ദ്വീപിൽ കുടിയേറിപ്പാർത്ത നാഗരികരുമായി ഇവർ അടുത്തു. മദ്യവും പുകയിലയും കറുപ്പും ഇരുമ്പും ആയിരുന്നത്രേ ഇവരെ അതിനു പ്രേരിപ്പിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 625 ആയിരുന്നു ഇവരുടെ എണ്ണം. എന്നാൽ ഇന്നത് കേവലം 24 കുറഞ്ഞിരിക്കുന്നു.
തടവുകാരുടെ കൂടെ പണി ചെയ്യാൻ വിട്ട ആന്തമാനീസുകളെ തടവുകാർ ചൂഷണം ചെയ്തു. തടവുകാർ നോക്കി നിൽക്കും, ആന്തമാനീസുകൾ പണി ചെയ്യും. എങ്കിലും പകർച്ചവ്യാധികളാണത്രേ ആന്തമാനീസുകളെ കൊന്നൊടുക്കിയത്. ഇന്ന് അവശേഷിക്കുന്നവരെ സ്ട്രൈറ്റ് ദ്വീപിൽ ഒരു കോളനി ഉണ്ടാക്കി പാർപ്പിച്ചിരിക്കുന്നു. എല്ലാവരും തന്നെ ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിയിരിക്കുന്നു. ജറവകളും സെന്റിനലീസുകളും. ദക്ഷിണ മധ്യ ആന്തമാൻ ദ്വീപുകളിൽ വസിക്കുന്ന ജറവകളും സെന്റിനൽ ദ്വീപിൽ വസിക്കുന്ന സെന്റിനലീസുകളും ഇന്നും ശിലായുഗവാസികളാണ്. ഇവരെ മുഖ്യധാരയിൽ ബന്ധപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. മധ്യ ആന്തമാനിൽ വസിക്കുന്ന ജറവകളുടെ അടുത്ത് എല്ലാ മാസവും വെളുത്ത വാവിനു പിറ്റേ ദിവസം സർക്കാരിന്റെ ഒരു പ്രതിനിധി സംഘം ഇവരുടെ അടുത്തു ചെല്ലുന്നു. അവരുടെ ഭാഷ, ആചാരം എന്നിവ പഠിക്കുന്നതിന്റെ ഭാഗമായാണിത്. ഒരു കാലത്ത് ജറവകൾ ധാരാളമായി പോർട്ട് ബ്ലെയറിൽ ഉണ്ടായിരുന്നു. എന്നാൽ കുടിയേറ്റം വർദ്ധിക്കുന്തോറും ഇവർ കൂടുതൽ വനത്തിനുള്ളിലേക്ക് പിന്മാറിക്കൊണ്ടിരുന്നു. വനം വകുപ്പിന്റെ ആനകളും ഇവരുടെ സ്വൈരവിഹാരത്തിന് ഭംഗം വരുത്തി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഒടുങ്ങാത്ത പക ഇവർ പുലർത്തുന്നു. തരം കിട്ടിയാൽ ആക്രമിക്കുകയും ചെയ്യും. ആരോഗ്യ ദൃഢഗാത്രരാണ് ജറവകൾ. ആഫ്രിക്കയിലെ തനി നീഗ്രോ വംശജരെ പോലെ തന്നെ തനി കറുപ്പു തൊലിക്കാർ. ചുരുണ്ട മുടി, ബലിഷ്ഠമായ കൈകാൽ, ശക്തിയേറിയ വലിയ പല്ലുകൾ, 4 മുതൽ 5 അടി വരെ ഉയരം. വയറിനു മുകളിൽ മരച്ചീളുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കവചം ഉണ്ട്. ഇതിലാണ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നത്. വാഴയില കൊണ്ടും കവുങ്ങിനാരുകൊണ്ടും ഉണ്ടാക്കുന്ന ആഭരണങ്ങളും ധരിക്കാറുണ്ട്. ഭക്ഷണം പക്ഷിമൃഗാദികളും കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യവും കാട്ടുകനികളും ആണ്. എവിടെ ഇരുമ്പ് കണ്ടാലും കൈക്കലാക്കും. അതുകൊണ്ട് അമ്പുകളുണ്ടാക്കും. ജറവകളെ കുറിച്ച് 1873 ഓഗസ്റ്റ് 9 അന്നത്തെ ചീഫ് കമ്മീഷണർ സ്റ്റീവാർഡ് ഇങ്ങനെ എഴുതി: അവരെ ഞങ്ങൾ കടൽക്കരയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവർ ഞങ്ങൾ അറിയുന്ന വർഗക്കാരുമായി ഒരിക്കലും സൗഹൃദത്തിലായിരുന്നില്ല. ഇതിന് ഇന്നും മാറ്റമൊന്നും വലിയ തോതിൽ വന്നിട്ടില്ല. സെന്റിനലീസുകൾ ഇന്നും ആർക്കും പിടികൊടുത്തിട്ടില്ല. തികഞ്ഞ ഏകാന്തവാസത്തിലാണിവർ. പുറമേയുള്ളവർക്ക് ഇവരെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. 200ഓളം ജറവകളുണ്ടെന്നാണ് കരുതുന്നത്. സെന്റിനലീസുകൾ 100-ൽ താഴെയേ വരൂ. ഓംഗികൾ. ലിറ്റിൽ അന്തമാനിലെ ആദിവാസികളാണ് ഓംഗികൾ. വേട്ടയാടലും അമ്പും വില്ലും ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും ആണ് ഇവരുടെ തൊഴിൽ. ഇന്ന് നാഗരിക മനുഷ്യരുമായി ഇവരും ഇടചേർന്ന് ജീവിക്കുന്നു. ദ്വീപുകളുടെ ഭരണ സംവിധാനമായ പ്രദേശ് കൗൺസിലിൽ ഓംഗികളുടെ പ്രതിനിധിയും ഉണ്ട്. ഡ്യൂഗോം ക്രീക്കിൽ ഒരു ഡോക്ടറെയും ഇവർക്കായി നിയമിച്ചിരിക്കുന്നു. നിക്കോബാറികൾ. ഭാരതത്തിലെ ഏതൊരു പൗരനെയും പോലെ ദേശസ്നേഹികളും തങ്ങളുടെ കടമകളും അവകാശങ്ങളും ചുമതലകളും മനസ്സിലാക്കിയിട്ടുള്ള ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിയിട്ടുള്ള നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ വസിക്കുന്ന ആദിവാസികളാണ് 25,000-ഓളം ഉള്ള നിക്കോബാറികൾ. വിദ്യാഭ്യാസവും ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനവും ആണ് അവരെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയത്. കൂട്ടുകുടുംബ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്ന ഇവർക്കിടയിൽ കുടുംബത്തിലെ തലമൂത്ത ആളുടെ നേതൃത്വത്തിലാണ് എന്തും ചെയ്യുന്നത്. ഓരോ ഗ്രാമത്തിനും ഒരു ക്യാപ്റ്റൻ ഉണ്ട്. പ്രായപൂർത്തിയായ ആർക്കും ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ഷോംബനുകൾ. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റത്ത് ഗ്രേറ്റ് നിക്കോബാറിൽ വസിക്കുന്ന ഷോംബനുകൾ മുഖ്യധാരയിലേക്കെത്താൻ വിമുഖത കാണിക്കുന്നവരാണ്. 200-ൽ അധികമാണ് ഇവരുടെ എണ്ണം. നാണം കുണുങ്ങികളായ ഇവരുടെ എണ്ണം ത്വക്ക് രോഗങ്ങൾ ബാധിച്ചാണ് കുറയുന്നതെന്നു കരുതുന്നു. വേട്ടയാടി കിട്ടുന്നത് കഴിച്ച് ഇവർ ഇന്നും വനാന്തരങ്ങളിൽ കഴിയുന്നു. സർക്കാർ ഇവർക്കായി ഡോക്ടർമാരെയും സാമൂഹ്യ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. മറ്റ് ആദിവാസികളെപ്പോലെ തന്നെ നാളെയെക്കുറിച്ചുള്ള ചിന്ത ഇവർക്കുമില്ല. ദ്വീപുകൾ ഇന്ന്. ആന്തമാൻ ദ്വീപുകൾ. ആധുനിക നിക്കോബാറിന്റെ പിതാവായി പരേതനായ ബിഷപ്പ് ജോൺ റിച്ചാർഡ്സൺ ആദരിക്കപ്പെടുന്നു. പത്മശ്രീയും പത്മവിഭൂഷണും ലഭിച്ചിട്ടുള്ള ഇദ്ദേഹമായിരുന്നു ദ്വീപുകളുടെ ആദ്യത്തെ നോമിനേറ്റഡ് പാർലമെന്റ് അംഗവും. ഏറെ മലയാളികൾ ഇവിടെ താമസിക്കുന്നു. കപ്പലാണ് ദ്വീപുകളിലേക്കുള്ള പ്രധാന യാത്രാമാർഗം. ദ്വീപുകൾ തമ്മിലും ബോട്ടുകൾ ആണ് പ്രധാന യാത്രാ ഉപാധി. ദ്വീപുകൾക്കുള്ളിൽ ബസ്സുകൾ ഉണ്ട്. ദ്വീപുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനു ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിക്കുന്ന 43 പഞ്ചായത്തുകൾ ഉള്ള ദ്വീപുകൾക്ക് പാർലമെന്റിലേക്ക് ഒരാളെ അയക്കാം. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത കമാൻഡ് ദ്വീപുകളുടെ മാത്രം പ്രത്യേകതയാണ്. ഭാരതത്തിന്റെ ഏറ്റവും തെക്കേയറ്റമായ ഇന്ദിരാ മുനമ്പ് ഇന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ ദ്വീപുകളിൽ സ്വാതന്ത്ര്യത്തിനായി ജീവൻ വെടിഞ്ഞവരേറെയാണ്. ഒറ്റപ്പെട്ട ദ്വീപുകളുടെ ആവേശവും പ്രചോദനവും പ്രാധാന്യവും അതിലാണ് അടങ്ങിയിരിക്കുന്നത്. കൃഷി. നിക്കോബാർ ദ്വീപുകളിൽ നാളികേരം സമൃദ്ധമായി വിളയുന്നു. ഇവിടെ നിന്നുള്ള പ്രധാന കയറ്റുമതിയും നാളികേരമാണ്. ഒരളവ് വരെ നാളികേരം ഒരു നാണയം എന്ന നിലയിലും ഇവിടെ ഉപയോഗിച്ചിരുന്നു. പണത്തിനു പകരം നാളികേരം കൊടുത്ത് ആളുകൾ സാധനങ്ങൾ വാങ്ങിയിരുന്നു.
1915 ഒരു കണക്കനുസരിച്ച് നിക്കോബാർ ദ്വീപിലെ ജനങ്ങളുടെ കൈവശം 3 കോടിയോളം നാളികേരം ഉണ്ടായിരുന്നു. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.